Hi friends, welcome back to Sahagari Race Plus. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അക്കൗണ്ട് ആൻഡ് ഗ്രേഡ് 2 ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റിസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അകത്ത് മാനേജീരിയൽ എക്കണോമിക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചേഞ്ച് ഇൻ ദ ഫോളോയിങ് ക്യാൻ ബി എ റീസൺ ഫോർ ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് ഓഫ് എ ഗുഡ്സ് ഓർ സർവീസ് എക്സെപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താ പറഞ്ഞത്? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവിന് കാരണമാകുന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ അതല്ലാത്തത് ഏത്? എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലാകണം ഡിമാൻഡ് കർവായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന്. അപ്പൊ അതിലില്ലാത്തത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടേമുകളാണ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവും അതുപോലെ തന്നെ മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവും. നിങ്ങൾ ആലോചിച്ച് വെക്കുക, മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ അത് പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ പ്രൈസ് ആണ്. അതിനകത്ത് ഇൻകം വരാം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് വരാം, അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവിൽ വരുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു: ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവും അതുപോലെ തന്നെ മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവും. മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ പ്രൈസ് മാത്രമാണ് അവിടെ വരുന്നത്. ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവിലാണ് അതർ ദാൻ പ്രൈസ് അല്ലെങ്കിൽ നോൺ പ്രൈസ് ഐറ്റംസ് വരുന്നത്. അപ്പൊ ഇവിടെ എക്സെപ്റ്റ് ആണ് ചോദിച്ചത്. ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് ആണ് വരേണ്ടത്, അതല്ലാതെ വരുന്നത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് നമുക്കറിയാം അതർ ദാൻ പ്രൈസ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഏതൊക്കെ ഉണ്ട് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവില്? ഇൻകം ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവാണ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവാണ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ ഇതും എന്താണ്? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവാണ്. അപ്പൊ ഏത് മാത്രമാണ് അല്ലാത്തത്? ഇറ്റ്സ് പ്രൈസ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇറ്റ്സ് പ്രൈസ്. പ്രൈസ് എന്ന് പറയുന്നത് മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവിലാണ് വരുന്നത്. ബാക്കി ഇത്രയും എന്താണ്? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവിലാണ് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. വെൻ ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഇറ്റ് സെൽഫ് ചേഞ്ച്, എന്താണ്? ഒരു ഗുഡ്സിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ യു സിംപ്ലി മൂവ് ടു എ ഡിഫറെന്റ് പോയിന്റ് ഓൺ ദി എക്സിസ്റ്റിംഗ് ലൈന്. നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ തന്നെയാണ് എന്ത് വരുന്നത്? ഡിഫറെന്റ് പോയിന്റുകളാണ് വരുന്നത്. ദിസ് ഈസ് കോൾഡ് എ ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഏതായിരുന്നു? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവാണ് അല്ലെ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഓഫ് ദി കർവാണ്. ഇതിനെ നമുക്ക് നോൺ പ്രൈസ് ഫാക്ടേഴ്സ് എന്ന് പറയാം. എ ഷിഫ്റ്റ് ഒക്കർ വെൻ സംതിങ് അതർ ദാൻ പ്രൈസ് ചേഞ്ച്. എന്താണ്? പ്രൈസ് അല്ലാതെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ് എങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഡിമാൻഡ് കർവിന്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇൻകം ആണ്. ഇഫ് പീപ്പിൾ ഗെറ്റ് റിച്ചർ ദേ ക്യാൻ ബൈ മോർ അറ്റ് എവരി പ്രൈസ്. എന്താണ്? നമ്മുടെ ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിൽ ഇൻകം കൂടുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം കൂടുകയാണ് എങ്കിൽ അതിനർത്ഥം എന്താണ്? അവരുടെ ബൈയിങ് ഹാബിറ്റ്സും മാറുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, എന്താ? റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിനകത്ത് വ്യത്യാസം വരികയാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെയും കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ഒക്കെ കാര്യത്തിൽ പ്രൈസിനകത്ത് വ്യത്യാസം വരികയാണെങ്കിൽ അവിടെയും എന്താണ്? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവാണ് വരുന്നത്. അതുപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുകയാണ്. നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നു, ട്രെൻഡ് അനുസരിച്ചിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റൈൽ ആവുന്നു അനുസരിച്ചിട്ട് ഡിമാൻഡ് കുറയുന്നു. ഇങ്ങനെയൊക്കെ വന്നാലും എന്ത് തന്നെയാണ്? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അതർ ദാൻ പ്രൈസ് ചേഞ്ചസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ അത് പ്രൈസ് ചേഞ്ച് ആണ് വരുന്നത്. അപ്പൊ മൂവ്മെന്റ് എലോങ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ചേഞ്ചും, ഷിഫ്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ അതർ ദാൻ പ്രൈസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവിനെ മറ്റൊരു പേരും കൂടെ നമ്മൾ പറയുന്നുണ്ട്. എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്നും എന്തിനെയാണ് അറിയപ്പെടുന്നത്? മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അറിയപ്പെടുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം. ചേഞ്ച് ഇൻ ഗുഡ്സ് ഓൺ പ്രൈസ് ആണ് എങ്കിൽ, ഗുഡ്സിന്റെ സ്വന്തം പ്രൈസ് ആണ് ചേഞ്ച് ആവുന്നത് എങ്കിൽ അതെന്താണ്? മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേര് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നാണ്. ഇനി ചേഞ്ച് ഇൻ എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇതൊക്കെയാണ് എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ദ ഹോൾ ലൈൻ മൂവ്സ്, അതായത് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് ആണ് അവിടെ വരുന്നത്. അവിടെ എന്താണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നാണ് നമ്മൾ ടേം യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് എപ്പോഴാണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എപ്പോഴാണ് സംഭവിക്കുന്നത്. മൂവ്മെന്റ് എലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസവും, ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് എന്നുള്ളത് പ്രൈസ് അല്ലാതെ വരുന്ന
ഇൻകം, ടേസ്റ്റ്, പ്രിഫറൻസ്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ്, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന ആ ചേഞ്ചിനെ നമുക്ക് എന്തെന്ന് പറയാം? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡിമാൻഡ് അനാലിസിസ് ഗുഡ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു നോർമൽ ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ് ബേസ്ഡ് ഓൺ ദി എഫക്ട് ഓഫ് ഡാഷ് ഓൺ ഇറ്റ്സ് ക്വാണ്ടിറ്റി സോൾഡ് ഓർ ഡിമാൻഡഡ്. എന്താണ്? നമ്മുടെ ഡിമാൻഡ് അനാലിസിസിൽ ഗുഡ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. നോർമൽ ഗുഡ്സ് എന്നും അതുപോലെ തന്നെ എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് എന്തിന്റെ ബേസിലാണ്? അതായത് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറ്റം വരുന്നത് എന്തിന്റെ ബേസിലാണ് നമ്മൾ ഗുഡ്സിനെ നോർമൽ ഗുഡ്സ് എന്നും ഇൻഫീരിയർ ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിമാൻഡ്, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് പല കാരണങ്ങൾ കൊണ്ട് മാറും. ചിലപ്പോൾ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് മാറും, അല്ലെങ്കിൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് മാറും, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വ്യത്യാസം കൊണ്ട് മാറും, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം മാറാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മുടെ ഗുഡ്സിനെ നോർമൽ ഗുഡ്സ് എന്നും ഇൻഫീരിയർ ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ്. ഓപ്ഷൻ എ പ്രോഡക്റ്റ് ക്വാളിറ്റി, ഓപ്ഷൻ ബി കമ്പാരിറ്റീവ് പ്രൈസ്, ഓപ്ഷൻ സി ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ്, ഓപ്ഷൻ ഡി കമ്പാരിറ്റീവ് ക്വാളിറ്റി. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് ഇൻഫീരിയർ ഗുഡ്സ്, നോർമൽ ഗുഡ്സ്. അപ്പൊ എന്താണ്? അതൊരു ക്വാളിറ്റി വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോർമൽ ഒരു ചിന്തയിൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ മാനേജീരിയൽ എക്കണോമിക്സിന്റെ രീതിയിൽ അല്ലെങ്കിൽ ഡിമാൻഡ് അനാലിസിസിന്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ അതൊരിക്കലും പ്രോഡക്റ്റ് ക്വാളിറ്റിയോ കമ്പാരിറ്റീവ് ക്വാളിറ്റിയോ അല്ല വരുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. എന്തുകൊണ്ടാണ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആണെന്ന് പറഞ്ഞത്? നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. ഒരു കൺസ്യൂമറിന്റെ ഇൻകം കൂടുമ്പോൾ എന്താണ്, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഗുഡ്സ് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അത് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, അതിനേക്കായി ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം വാങ്ങിക്കാം. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു കമ്പാരിസൺ ആണ് വരുന്നത് നോട്ട് ഫോർ ദി ക്വാളിറ്റി. നമുക്ക് നോക്കാം. ഇൻ എക്കണോമിക്സ് ദ ലേബൽ നോർമൽ ആൻഡ് ഇൻഫീരിയർ ഡസൻ നെസസറി റിഫർ ടു ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതെന്താണ്, നോർമൽ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി അല്ല റെഫർ ചെയ്യുന്നത്, ബട്ട് റാദർ ഹൗ എ കൺസ്യൂമർ ബൈയിങ് ഹാബിറ്റ് ചേഞ്ച് ഇൻ ദയർ വെൽത്ത് ചേഞ്ച്. എന്താണ്, ഒരു കൺസ്യൂമറിന്റെ വെൽത്ത് അല്ലെങ്കിൽ ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബൈയിങ് ഹാബിറ്റിനകത്ത് ചേഞ്ച് ഉണ്ടാകുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ഗുഡ്സിനെ നോർമൽ ഗുഡ്സ് എന്നും ഇൻഫീരിയർ ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. വെദർ എ ഗുഡ്സ് ഈസ് നോർമൽ ഓർ ഇൻഫീരിയർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഡിമാൻഡ് ഷിഫ്റ്റ് വെൻ ഇൻകം എറൈസ്. എന്താണ്, ഒരു കൺസ്യൂമറിന് ഇൻകം എറൈസ് ആകുമ്പോൾ ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റിന്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, നോർമൽ ഗുഡ്സ് എന്നും ഇൻഫീരിയർ ഗുഡ്സ് എന്നും പറയുന്നത്. അപ്പൊ എന്താണ് നോർമൽ ഗുഡ്സ് എന്ന് നോക്കാം. ഗുഡ്സ് ഫോർ വിച്ച് ഡിമാൻഡ് ഇൻക്രീസസ് വെൻ കൺസ്യൂമർ ഇൻകം എറൈസ്. എന്താണ്, ഒരു കൺസ്യൂമറിന്റെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് കൂടുതൽ ഇൻകം കിട്ടുമ്പോൾ അദ്ദേഹം ആ ഒരു പ്രോഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഒരു നോർമൽ ഗുഡ്സ് ആണ് എന്ന് പറയാം. as you earn more you buy more of this. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗാനിക് ഫുഡുകൾ, അതുപോലെ തന്നെ ബ്രാൻഡഡ് ക്ലോത്തിങ്, പുതിയ കാർ, ഇതൊക്കെ എന്താണ്, ഇൻകം കൂടുന്ന സമയത്ത് എന്താണ്, അതിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് എന്തെന്ന് പറയാം, നോർമൽ ഗുഡ്സ് എന്ന് പറയാം. ഇനി എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്? ഗുഡ്സ് ഫോർ വിച്ച് ഡിമാൻഡ് ഡിക്രീസ് വെൻ കൺസ്യൂമർ ഇൻകം റൈസസ്. തിരിച്ചു പറയണം അല്ലേ, നമ്മുടെ ഇൻകം കൂടുന്നു പക്ഷെ ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുകയാണ് എങ്കിൽ ആ പ്രോഡക്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇൻഫീരിയർ ഗുഡ്സ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വരുന്നത്. ഇൻകം കൂടുന്നുണ്ട് പക്ഷെ ഡിമാൻഡ് എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ നമുക്ക് ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് പറയുന്നത്. as you earn more you stop buying these budget option and switch to better alternative. എന്താണ്, നമുക്ക് കൂടുതൽ പൈസ കിട്ടുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ബഡ്ജറ്റ് ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി എന്താണ്, ബെറ്റർ ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നു. ഇപ്പൊ ഇൻസ്റ്റന്റ് നൂഡിൽസ്, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ജനറിക് സ്റ്റോർ ബ്രാൻഡ് പ്രോഡക്റ്റ്, ഇതൊക്കെ എന്താണ്, ഇൻഫീരിയർ ഗുഡ്സ് ആണ്. നമുക്കത് മാറിയിട്ട് കുറച്ചും കൂടി എന്താണ്, വില കൂടിയ സാധനം ഉപയോഗിക്കാം എന്നൊരു തോട്ട് വരുന്നു. കാരണം നമ്മുടെ കയ്യിൽ എന്ത് കൂടി, ഇൻകം കൂടി. അപ്പൊ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്ന പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, അവിടെ കുറയുകയാണ് ചെയ്തത്. ദ റിലേഷൻഷിപ്പ് ദർ ഈസ് എ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ്. എന്താണ്, ഇൻഫീരിയർ ഗുഡ്സിന്റെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ, ഡിമാൻഡും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് റിലേഷൻ ആണ് വരുന്നത്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന പ്രോഡക്റ്റുകളാണ് ഏത്, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് demand elasticity total revenue will decrease if the price are increased. എന്താ പറഞ്ഞത്, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിയിലാണ്
ടോട്ടൽ റവന്യൂ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. എന്താ പറഞ്ഞത്? പ്രൈസ് കൂടുമ്പോൾ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അത് ഏത് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ആണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ യൂണിറ്ററി, ഓപ്ഷൻ ബി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ഓപ്ഷൻ സി ഇൻഇലാസ്റ്റിക്, ഓപ്ഷൻ ഡി ഇലാസ്റ്റിക്. എവിടെയാണ്? പ്രൈസ് കൂടുമ്പോൾ റവന്യൂ കുറയുന്നു. പ്രൈസ് കൂടുമ്പോൾ റവന്യൂ കുറയുന്നു എന്ന് പറയുന്നത് ഏത് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിയിലാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇലാസ്റ്റിക് ആണ് അല്ലേ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇനി നമുക്ക് അവ ഓരോന്നും എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് ടേബിൾ ആയിട്ട് പഠിച്ചു വെക്കാം. ഇപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ആദ്യം തന്നെ നമുക്ക് ഇലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഇ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അത് ഓർത്തിരിക്കുക. ഗ്രേറ്റർ ദാൻ 1 ആണ് ഇവിടെ വരുന്നത്, ഇലാസ്റ്റിക്കിൽ വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ റവന്യൂ എന്താകുന്നു? ഡിക്രീസ് ആകുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഓപ്പോസിറ്റ് റിലേഷൻ ആണ് വരുന്നത്. പ്രൈസ് ഇൻക്രീസ് ആകുന്നു അല്ലെ? പ്രൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുമ്പോൾ റവന്യൂ ഡിക്രീസ് ആകുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. എന്താണ്? പ്രൈസ് കൂടുമ്പോൾ റവന്യൂ കുറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്? അത് ഇലാസ്റ്റിക് ആണ്. ഇവിടെ എന്താണ്? ഇ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ക്വാണ്ടിറ്റി ഡ്രോപ്പ് മോർ ദാൻ പ്രൈസ് റൈസ്. എന്താണ്? പ്രൈസ് കൂടുന്നതിനേക്കാൾ എന്ത് കുറയുന്നുണ്ട്? ക്വാണ്ടിറ്റി കുറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ആണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രൈസ് ഇൻക്രീസും റവന്യൂ ഡിക്രീസും ആണ് വരുന്നത്. ഇനി ഇൻഇലാസ്റ്റിക് ആണ് എങ്കിൽ അവിടെ എന്താണ്? ലെസ് ദാൻ 1 ആണ് വരുന്നത്. ഇൻഇലാസ്റ്റിക്കിന്റെ പ്രത്യേകത ലെസ് ദാൻ 1 ആണ് വരുന്നത്. ഇവിടെ രണ്ടും ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ റവന്യൂം ഇൻക്രീസ് ആകുന്ന കേസാണ് ഏതെന്ന് പറയുന്നത്? ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ലെസ് ദാൻ 1 ആണ് വരുന്നത്. പീപ്പിൾ കീപ് ബൈയിങ് ഡിസ്പൈറ്റ് ദ ഹയർ പ്രൈസ്. എന്താണ്? പ്രൈസ് കൂടിയാലും നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏത്? ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി യൂണിറ്ററി ഇലാസ്റ്റിക് ഉണ്ട്. അതായത് ഇപ്പൊ ഈസിക്കൽ ടു 1 ആണ് അല്ലെ? യൂണിറ്ററി ഇലാസ്റ്റിക്കില് ഈസിക്കൽ ടു 1 ആണ് പറയുന്നത്. അവിടെ എന്താണ്? പ്രൈസ് കൂടിയാലും റവന്യൂവിനകത്ത് ചേഞ്ച് വരുന്നില്ല. പ്രൈസ് കൂടിയാലും റവന്യൂല് ചേഞ്ച് വരുന്നില്ല. ദ പ്രൈസ് റൈസ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ദി ക്വാണ്ടിറ്റി ഡ്രോപ്പ്. എന്താണ്? ആ പ്രൈസ് റൈസ് ചെയ്യുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി ഡ്രോപ്പിനെ എക്സാക്ട് ആയിട്ട് ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂണിറ്ററിയില് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനെ ചേഞ്ച് വരുത്തുന്നില്ല? റവന്യൂവിനെ ചേഞ്ച് വരുത്തുന്നില്ല. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കില് രണ്ടും ഇൻക്രീസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇൻഇലാസ്റ്റിക്കിലും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിലും എന്ത് തന്നെയാണ്? പ്രൈസ് കൂടുമ്പോൾ റവന്യൂ ചേഞ്ചസും എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ഡസന്റ് ചേഞ്ച് അറ്റ് ഓൾ. ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. എവിടെ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടെക്നിക്കൽ term that state a situation in which the firm set different price for each individual customer and by doing so a maximum possible sales revenue. എന്താണ്? ഏതോ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് പറയാണ്. ആ കോൺസെപ്റ്റ് ഏതാണ് അല്ലെങ്കിൽ ആ ടെക്നിക്കൽ ടേം ഏതാണ് എന്ന് തിരിച്ചറിയാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഫേം ഡിഫറെന്റ് പ്രൈസ് എന്തിനാണ്? ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യാണ്? ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി അവർ എന്താണ് എയിം ചെയ്യുന്നത്? മാക്സിമം പോസിബിൾ സെയിൽസ് റവന്യൂ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേം ഡിഫറെന്റ് പ്രൈസ്, അത് ആൾക്കാണ് ഓരോ ഇൻഡിവിജ്വലിനും അവർ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അവർ വിൽക്കുന്ന പ്രോഡക്റ്റിന് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് മാക്സിമം പോസിബിൾ സെയിൽസ് റവന്യൂ ഏൺ ചെയ്യുന്ന ആ ഒരു രീതിയെ നമ്മൾ വിളിച്ച അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചത്? ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ പ്രൈസ് ഡിറ്റർമിനേഷൻ പോളിസി, ഓപ്ഷൻ ബി പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി, ഓപ്ഷൻ സി മാക്സിമം സെയിൽസ് ടാർഗറ്റ് പോളിസി, ഓപ്ഷൻ ഡി തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി. അപ്പൊ ഇത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓരോ ഇൻഡിവിജ്വൽക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് ആണ് വരുന്നത്. അപ്പൊ അത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഇതിനകത്ത് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണോ അതോ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണോ എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. കാരണം ഇവിടെ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഓരോ ഇൻഡിവിജ്വലിനും ആണ് അല്ലേ? എല്ലാവർക്കും കൂടെ എന്നല്ല, ഓരോരുത്തർക്കും പല പല പ്രൈസിനാണ് എന്ത് ചെയ്യുന്നത്?
സെയിൽ നടത്തുന്നത് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രൈസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് എങ്കിൽ അത് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി എന്നാണ് അറിയപ്പെടുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി. നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണിൽ അവർ പറഞ്ഞ ഓപ്ഷൻ ഇൻഡിവിജ്വൽ പ്രൈസ് ഡിറ്റർമിനേഷൻ പോളിസി എന്നാണ്. പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സുകൾ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കണ്ടുപിടിക്കുന്ന രീതിയാണ്. അവിടെ എന്താണ്? ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല. ഇറ്റ് ഈസ് ജനറലി നോട്ട് എ സ്റ്റാൻഡേർഡ് ഇക്കണോമിക് ടേം. പ്രൈസ് ഡിറ്റർമിനേഷൻ യൂഷ്വലി റിഫേഴ്സ് ടു ദി മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സെറ്റിംഗ് എ സിംഗിൾ പ്രൈസ് ഫോർ എവരി വൺ. എന്താണ്? നമുക്കൊരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടി, എല്ലാവർക്കും വിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈസ് നിശ്ചയിക്കണം അല്ലേ? ആ പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രൈസ് ഡിറ്റർമിനേഷനെയാണ് ഡിറ്റർമിനേഷൻ പോളിസി എന്ന് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് അവിടെ ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു ആൻസർ ആയിട്ട് വന്നത്. എന്താണ്? പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി. ഇതിന് നമുക്ക് എന്തെന്നും പറയാം? ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി എന്നും പറയാവുന്നതാണ്. In this scenario, the seller knows exactly what every single customer is willing to pay. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. Every single customer is willing to pay and charge them the exact amount. ഓരോ കസ്റ്റമറും എത്ര രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് തരുന്നത് എന്ന് മനസ്സിലാക്കാണ്. അല്ലാതെ ഒരു കൂട്ടം ആൾക്കാർക്കാണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണോ? അല്ല, ഓരോ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഏതാണ്? പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിലും പറഞ്ഞു ഈച്ച് ഇൻഡിവിജ്വൽ കസ്റ്റമർ എന്ന് പറഞ്ഞു അല്ലേ? അത് തന്നെയാണ് എവരി സിംഗിൾ കസ്റ്റമർ എന്ന് പറയുന്നത്. ആ ഒരു കീ ടേം വെച്ച് നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താം. അപ്പൊ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസിയുടെ പ്രത്യേകത എന്താണ്? അവിടെ വരുന്നത് ഓരോ സിംഗിൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എവരി ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനും നമ്മൾ എന്ത് ചെയ്യാൻ, അവർ എത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് പേ ചെയ്യാൻ തയ്യാറാവുന്നത് എന്ന് കണ്ടുപിടിച്ച് പ്രൈസ് കൊടുക്കുന്നതാണ് ഏത്? ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന് ഓരോ വ്യക്തിക്കും പല വിലയിലായിരിക്കും ആര് വിൽക്കുന്നത്? ഈ ഒരു ഫേം വിൽക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി എന്ന് പറയാം. ദെൻ ഓപ്ഷൻ സിയിൽ പറഞ്ഞത് മാക്സിമം സെയിൽസ് ടാർഗറ്റ് പോളിസി എന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ് ആണ്, അല്ലാതെ ഒരു പോളിസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഡിസ്ക്രിമിനേഷൻ പോളിസി അല്ല. മാക്സിമം സെയിൽസ് ടാർഗറ്റ് പോളിസി എന്ന് പറയുന്നത് ബിസിനസ് ഒബ്ജക്റ്റീവ് ആണ്, അല്ലാണ്ട് എന്തല്ല? പ്രൈസിംഗ് സ്ട്രാറ്റജി അല്ല, ബേസ്ഡ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ. ദിസ് occurs when a firm goal is to sell the highest volume of goods possible, even if it is means lowering the price significantly, usually used to gain market shares or drive out competition. എന്താണ് മാക്സിമം സെയിൽസ് ടാർഗറ്റ് പോളിസി എന്ന് പറയുന്നത്? ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ് ആണ്. അവിടെ ബിസിനസ് എന്താ എയിം ചെയ്യുന്നത്? നമ്മുടെ ഒരു സാധനം വിറ്റ് പറ്റാവുന്ന അത്രയും, അതായത് പോസിബിൾ ആയിട്ടുള്ള അത്രയും എന്താണ് വോളിയം ഓഫ് സെയിൽ നടത്തി എന്താ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴാണോ മാർക്കറ്റ് ഷെയർ അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അവർക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് അവർ എന്ത് ചെയ്യും? പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ല ഫോക്കസ് ചെയ്യുന്നത്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർ പേഴ്സൺ, ഒരു വ്യക്തിയിൽ നിന്ന് എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ ഏൺ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താണ്? സെയിൽസ് ടാർഗറ്റ് ആണ്. അത് ഫോക്കസ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ട് നമുക്ക് വിറ്റഴിക്കാം എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ ലാസ്റ്റ് പറഞ്ഞത് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോളിസി ആണ്. അവിടെയായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് നമുക്കറിയാം. ഫസ്റ്റ് ഡിഗ്രിയിലാണോ തേർഡ് ഡിഗ്രിയിലാണോ ഇൻഡിവിജ്വൽ എന്താണ് ബയേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഡിഗ്രിയിലാണ് ഇൻഡിവിജ്വൽ ബയേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. തേർഡ് ഡിഗ്രിയിൽ ഇൻഡിവിജ്വൽ ബയർ അല്ല വരുന്നത്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ്. അതായത് ഒരേ രീതിയിൽ ഏതെങ്കിലുമൊക്കെ കാറ്റഗറീസ് അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഒക്കെ നേച്ചറിന്റെ ബേസിൽ ഇവരെ ഗ്രൂപ്പ് ആക്കുന്നു, നമ്മുടെ കസ്റ്റമേഴ്സിനെ പല പല ഗ്രൂപ്പ് ആക്കുന്നു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ ആ ഒരു പോളിസിയാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി മോസ്റ്റ് കോമൺ ഫോം ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ യു സീ ഇൻ ദ റിയൽ വേൾഡ്. നമ്മുടെ റിയൽ വേൾഡിൽ നമ്മൾ കാണുന്നതാണ് ഇത്തരത്തിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ദ ഫേം ഡിവൈഡ് കസ്റ്റമേഴ്സ് ഇൻടു ഡിഫറെന്റ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദെയർ ആട്രിബ്യൂട്ട്സ്. എന്താണ്? ഒന്നുകിൽ ഏജിന്റെ ബേസിലോ ലൊക്കേഷന്റെ ബേസിലോ സ്റ്റാറ്റസിന്റെ ബേസിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പുകളാക്കുന്നു, ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കുകയും എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും എന്താണ് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കല്ല പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത്, ഓരോ ഗ്രൂപ്പുകൾക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഡിസ്ക്രിമിനേഷൻ പറഞ്ഞത്. എന്താണ്? ടാർഗറ്റ് ഇൻഡിവിജ്വലിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഡിഗ്രിയും സെഗ്മെന്റിലേക്ക് വരുമ്പോൾ എന്താണ്? തേർഡ് ഡിഗ്രി. സെഗ്മെന്റ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്ന് സമ്മറി ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഡിഗ്രിയെ നമ്മൾ പെർഫെക്റ്റ് എന്നും പറയുന്നുണ്ട്, അതായിരുന്നു നമ്മുടെ ആൻസർ. ഇവിടെ എന്താണ്? ചാർജിങ് ഈച്ച് ഇൻഡിവിജ്വൽ അറ്റ് ദി മാക്സിമം ദേ വിൽ പേ. എന്താണ്? എല്ലാ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല ഇൻഡിവിജ്വൽസിനും എന്താണ് പല റേറ്റ്, അവർ എത്രയാണോ തരാൻ തയ്യാറാവുന്നത് ആ റേറ്റിനാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത്. സെക്കൻഡ് ഡിഗ്രിയിൽ എന്താണ്? അത് നമ്മൾ പറയാത്തതാണ്, ഓപ്ഷനിൽ ഇല്ലായിരുന്നു, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ചാർജിങ് ഡിഫറെന്റ് പ്രൈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറെന്റ് പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 400 രൂപയും 2 എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചാൽ എന്താണ് ഒരു 700 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 10 എണ്ണം വാങ്ങിച്ചാൽ 500 രൂപ, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് വ്യത്യസ്തമായിട്ട് ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത് എങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ദെൻ തേർഡ് ഡിഗ്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവിടെ എന്താണ് ഡിഫറെന്റ് ഗ്രൂപ്പ് ആണ് നോക്കുന്നത്, അല്ലാണ്ട് ഇൻഡിവിജ്വൽ ഐറ്റംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺസ്യൂമർ അല്ല, ക്വാണ്ടിറ്റിയുടെ ബേസ് ചെയ്തല്ല, ഡിഫറെന്റ് ഗ്രൂപ്പിനെ ബേസ് ചെയ്താണ് എങ്കിൽ അതിന് നമുക്ക് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാവുന്നതാണ്. ചാർജിങ് ഡിഫറെന്റ് പ്രൈസസ് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ റേറ്റ്, ഇതൊക്കെ എന്താണ് ആ ഒരു ഗ്രൂപ്പിന് പർട്ടിക്കുലർ ഗ്രൂപ്പിന് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഈച്ച് ഇൻഡിവിജ്വലിന് ചാർജ് ചെയ്യുന്നതും, സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട് പ്രൈസ് ചാർജ് ചെയ്യുന്നതും, തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഗ്രൂപ്പിന് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതുമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ പോളിസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എന്താണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിമാൻഡ് എസ്റ്റിമേഷൻ മീൻസ് ഫൈൻഡിങ് ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഡിമാൻഡ്, വേറസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇൻവോൾവ്സ് ഫൈൻഡിങ് ദ കറന്റ് ഡിമാൻഡ്. 2 ടേമുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് അറിയാമെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ഏതൊക്കെയാണ് ആ ടേം എന്ന് നോക്കാം. ഡിമാൻഡ് എസ്റ്റിമേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗും ഉണ്ട്. എന്താണെന്ന് അറിയാമല്ലോ. ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡിമാൻഡ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ. അതായത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കറണ്ട് ഡിമാൻഡ് കണ്ടുപിടിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്യൂച്ചർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ട് ഈ 2 ടേം എന്താണ് എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഫൈൻഡിങ് ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഡിമാൻഡ്, ഫ്യൂച്ചർ വാല്യൂസ് ആണ് എസ്റ്റിമേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് കറണ്ട് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യുന്നു. അതെന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ് അല്ലെ. കാരണം എന്താ? ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ കറന്റ് ഡിമാൻഡും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഡിമാൻഡും ആണ് വരേണ്ടത്. ഓപ്പോസിറ്റ് തന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Second one, consumer clinic method of demand forecasting involves giving some amount of money to selected group of consumers and observing their consumption behavior. എന്താണ്? ഒരു മെത്തേഡ് പറയാണ്, കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് അല്ലെ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിനകത്ത് നമ്മൾ പഠിച്ചൊരു മെത്തേഡാണ് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് കുറച്ച് മണി കൊടുക്കുന്നു അല്ലെ, കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെങ്ങനെയാണ് അവരുടെ ബൈയിങ് ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന് നോക്കാണ്. പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ വരുന്ന കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് ഒബ്സർവ് ചെയ്യുന്ന മെത്തേഡാണ് ഏതെന്ന് പറഞ്ഞത് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് എന്ന് പറഞ്ഞത്. അത് ശരി തന്നെയാണ്. ആ ഒരു മെത്തേഡിന്റെ പേര് തന്നെയാണ് ഏത്? കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം, ഡെൽഫി മെത്തേഡ്. അടുത്തൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ആണ് ഡെൽഫി മെത്തേഡ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ ഡെൽഫി മെത്തേഡ് എന്താ പറഞ്ഞത്? ഡെൽഫി മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇൻവോൾവ്സ് എക്സ്റ്റെൻസീവ് കൺസ്യൂമർ സർവേ ആൻഡ് സബ്സിക്വന്റ് എംപിരിക്കൽ ഡേറ്റ അനാലിസിസ്. ശരിയാണോ? ഡെൽഫി മെത്തേഡിനകത്ത് കൺസ്യൂമർ സർവേ ആണോ നടത്തുന്നത്? അല്ല അല്ലേ. എക്സ്പേർട്ട് പാനലിന്റെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡിലൂടെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കൺസ്യൂമർ സർവേയിലൂടെയോ എംപിരിക്കൽ ഡേറ്റ അനാലിസിസിലൂടെയോ അല്ല. അവിടെ ആരാണ്? എക്സ്പേർട്ട് പാനൽ നമുക്ക് വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്സ്പേർട്ടിന്റെ അടുക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. 1, 3 ആണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 and 2 alone are false. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 and 3 alone are false.
ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 and 3 alone are false. ഓപ്ഷൻ ഡി ഓൾ സ്റ്റേറ്റ്മെന്റ് ആർ ഫോൾസ്. ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? 1ഉം 3ഉം ആണ് തെറ്റായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 and 3 alone are false. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 2 ടേം പഠിച്ചിരുന്നു, എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് തെറ്റായിരുന്നു, ഓപ്പോസിറ്റ് ആണ് വന്നത്. ഡിമാൻഡ് എസ്റ്റിമേഷൻ ഇൻവോൾവ്സ് ഫൈൻഡിങ് ദ കറന്റ് ഓർ പാസ്റ്റ് ഡിമാൻഡ് എസ്റ്റിമേഷൻ ഇൻവോൾവ്സ് ഫൈൻഡിങ് ദി കറന്റ് ഓർ പാസ്റ്റ് ഡിമാൻഡ് ലെവൽസ് യൂസിങ് എക്സിസ്റ്റിംഗ് ഡേറ്റ. അതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സിസ്റ്റിംഗ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് കറണ്ടിലെയോ അല്ലെങ്കിൽ പാസ്റ്റിലെയോ ഡിമാൻഡ് ലെവല് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ടേം ആണ് ഏതെന്ന് പറയുന്നത്? ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞത്. എന്നാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് പ്രിഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ് വാല്യൂസ് ബേസ്ഡ് ഓൺ ദി എസ്റ്റിമേഷൻ ആൻഡ് അതർ ട്രെൻഡ്. എസ്റ്റിമേഷനും മറ്റുള്ള ട്രെൻഡുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന ഡിമാൻഡ് വാല്യൂസിനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റ് പറഞ്ഞത് കൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയത്. ഇനി രണ്ടാമത് നമ്മളൊരു മെത്തേഡാണ് പറഞ്ഞത്, കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ്. കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയായിരുന്നു തന്നത്. ദിസ് ഈസ് ദി കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇൻ എ കൺസ്യൂമർ ക്ലിനിക്, ഓൾസോ നോൺ ആസ്, ഇതിന്റെ മറ്റൊരു പേരും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക, കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് അല്ലെങ്കിൽ ലബോറട്ടറി എക്സ്പെരിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എ ഫേം പ്രൊവൈഡ് എ കൺട്രോൾഡ് എൻവയോൺമെന്റ്, sometimes giving participant play money or real cash to see how they react a change in price, packaging, product features. എന്താണ് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്ത കൺസ്യൂമേഴ്സിന് കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാണ്? ബൈയിങ് ചെയ്യുകയാണ്. എന്നിട്ട് അത് ഒബ്സർവ് ചെയ്യാണ്. പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചും പാക്കേജിൽ ഉണ്ടാവുന്ന ചേഞ്ചും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഫീച്ചേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചിലും ഒക്കെ എങ്ങനെയാണ് ഇവരുടെ ഡിമാൻഡ് ചേഞ്ച് ആകുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് ഏതെന്ന് പറഞ്ഞത്? കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് എന്ന് പറഞ്ഞത്. ദെൻ ഡെൽഫി മെത്തേഡ് തെറ്റായിട്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഡെൽഫി മെത്തേഡ് എന്ന് നോക്കാം. ദ ഡെൽഫി മെത്തേഡ് ഈസ് എ എക്സ്പേർട്ട് ഒപ്പീനിയൻ ടെക്നിക്ക്. എന്താണ്? എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ എടുക്കുന്ന ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത്? ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ പാനൽ ഓഫ് എക്സ്പേർട്ട് ഹു ആൻസർ ക്വസ്റ്റ്യനേഴ്സ് ഇൻ സെവറൽ റൗണ്ട്. എന്താണ്? നമ്മൾ പല തവണകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആരാണ് ആൻസേഴ്സ് പറയുന്നത്? പാനൽ ഓഫ് എക്സ്പേർട്ട് ആണ് ആൻസേഴ്സ് പറയുന്നത്. ഇവരുടെ ആൻസർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. ആഫ്റ്റർ ഈച്ച് റൗണ്ട് എ ഫെസിലിറ്റേറ്റർ പ്രൊവൈഡ് ആൻ അനോണിമസ് സമ്മറി ഓഫ് ദി എക്സ്പേർട്ട് ഫോർകാസ്റ്റ് അലൗവിംഗ് ദം ടു റിവൈസ് ദെയർ ഏർലിയർ ആൻസർ അണ്ടിൽ എ കൺസെൻസ് ഈസ് റീച്ച്ഡ്. എന്താണ്? ഓരോ തവണയും പല പല റൗണ്ടുകളായിട്ടാണ് ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓരോ തവണയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് എന്താണ് ഇവരുടെ ഒപ്പീനിയൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് റിലേസ് ഓൺ എക്സ്പേർട്ട് ജഡ്ജ്മെന്റ്. ഇതാണ് എക്സ്പേർട്ട് ജഡ്ജ്മെന്റിനെ റിലേ ചെയ്യുന്നുണ്ട്, അല്ലാതെ കൺസ്യൂമർ ഡേറ്റ അനാലിസിസ് അല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്തായിരുന്നു? കൺസ്യൂമർ ഡേറ്റ അനാലിസിസ് ആണ്, അല്ലെങ്കിൽ കൺസ്യൂമർ സർവേ ആണെന്നാണ് പറഞ്ഞത്. തെറ്റാണ്. അവിടെ കൺസ്യൂമറിന്റെ സർവേ ഒന്നും വരുന്നില്ല. എക്സ്പേർട്ട് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ ടെക്നിക് ആണ് ഏതെന്ന് പറയുന്നത്? ഡെൽഫി മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ചില മെത്തേഡുകൾ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഡെൽഫി മെത്തേഡ് നമ്മൾ പറഞ്ഞതാണ്. അവിടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നൽകുന്നത് ആരാണ്? പാനൽ ഓഫ് എക്സ്പേർട്ട് ആണ്. അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് റൗണ്ട് ടു റീച്ച് ദി കൺസെൻസ്. അല്ലേ? നമുക്ക് ഇന്ററാക്റ്റീവ് റൗണ്ടുകളാണ് വരുന്നത്. ദെൻ രണ്ടാമത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കൺസ്യൂമർ ക്ലിനിക് ആണ്. അവിടെ ആരാണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? സെലക്ടഡ് കൺസ്യൂമേഴ്സ് ആണ്. അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഒബ്സർവ്ഡ് ബിഹേവിയർ ഇൻ എ സിമുലേറ്റഡ് മാർക്കറ്റ്. സിമുലേറ്റഡ് മാർക്കറ്റിന്റെ ഒരു ഒബ്സർവ്ഡ് ബിഹേവിയർ ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഇനി മാർക്കറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് റിയൽ കൺസ്യൂമേഴ്സ്. നമ്മൾ മറ്റേത് സെലക്ടഡ് കൺസ്യൂമേഴ്സ് ആയിരുന്നു. മാർക്കറ്റ് എക്സ്പെരിമെന്റ് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. മാർക്കറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് റിയൽ കൺസ്യൂമേഴ്സിന്റെ ഇടയിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ടെസ്റ്റഡ് ഇൻ ആക്ച്വൽ മാർക്കറ്റ്. എന്താണ്? ആക്ച്വൽ മാർക്കറ്റിൽ തന്നെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ സിമുലേറ്റഡ് മാർക്കറ്റിൽ അല്ല. ദെൻ സർവേ മെത്തേഡ് പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ആണ് സർവേ മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് ഫ്യൂച്ചർ ബൈയിങ് ഇന്റൻഷൻ. എന്താണ്? ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനോട് നിങ്ങളുടെ ഭാവിയിലെ ബൈയിങ് ഇന്റൻഷനെ പറ്റിയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 4 മെത്തേഡുകൾ ഓർത്തിരിക്കുക. ഡെൽഫി മെത്തേഡ് ആരാണ്? സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ പാനൽ ഓഫ് എക്സ്പേർട്ട് ആണ്. കൺസ്യൂമർ ക്ലിനിക് സെലക്ടഡ് കൺസ്യൂമേഴ്സ് ആണ്. മാർക്കറ്റ് എക്സ്പെരിമെന്റിൽ റിയൽ കൺസ്യൂമേഴ്സും സർവേ മെത്തേഡിൽ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സും ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഫൈൻഡ് ഔട്ട് ദി ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ് റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ശരിയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അവർ കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിട്ട് ബ്രാക്കറ്റിൽ എന്തും തന്നിട്ടുണ്ട്? മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട്. എന്താണ്? മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട് വെച്ചുകൊണ്ട് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അതും ശരി തന്നെയാണ്. Second one, Cobb-Douglas production function indicate the constant return to scale but are called as log linear function. എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. അതുപോലെ തന്നെ അതിനെ നമുക്ക് ലോഗ് ലിനിയർ ഫംഗ്ഷൻ എന്നും പറയാമെന്ന് പറഞ്ഞു. അതും എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. 3. One of the managerial use of production function is that it helps to determining minimum level of output by incurring high cost of factors combination. ശരിയാണോ? മാനേജീരിയൽ യൂസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു എന്നാ പറഞ്ഞത്? മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറവും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഹൈ കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷനിലൂടെയാണ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഏതെങ്കിലും ബിസിനസ്സിനുണ്ടാവും. അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ടിന് നല്ല വില കൂടുതലും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറച്ചും. അതായത് അങ്ങോട്ട് ഒരുപാട് പൈസ ചെലവാക്കുന്നു, ഇങ്ങോട്ട് കുറച്ച് മാത്രം കിട്ടുന്നു. അത് ഏതെങ്കിലും ഒരു ബിസിനസ് ഫോളോ ചെയ്യുമോ? ഇല്ല. അപ്പൊ അതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മിനിമം ലെവൽ ഓഫ് ഇൻപുട്ടും മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ടും ആണ് വരേണ്ടത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 and 2 along are true. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 and 3 alone are true. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 and 3 alone are true. ലാസ്റ്റ് വൺ all statement are true. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 and 2 alone are true. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ജനറൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പറ്റിയിട്ട് തന്നെയാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്ട്. എന്താണ്? ഒരു ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്ട് വെച്ചുകൊണ്ട് മാക്സിമം സെറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. അതുപോലെ തന്നെ അതിനെ നമുക്ക് ലോഗ് ലിനിയർ ഫംഗ്ഷൻ എന്നും പറയാമെന്നും പറഞ്ഞു. അതും ശരിയാണ്. ദെൻ ലാസ്റ്റ് വൺ എന്തായിരുന്നു? തെറ്റായിട്ടുള്ളതായിരുന്നു. മാനേജീരിയൽ യൂസ് എന്ന് പറയുന്നത് ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് വരേണ്ടത്, മിനിമം കോസ്റ്റ് ആണ് വരേണ്ടത്. തിരിച്ചല്ല വരേണ്ടത്. കോസ്റ്റ് എപ്പോഴും കുറഞ്ഞിരിക്കണം, ഔട്ട്പുട്ടിന്റെ ലെവൽ എന്തായിരിക്കണം? കൂടിയിരിക്കണം, അല്ലെങ്കിൽ ഒപ്റ്റിമം ലെവൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പറഞ്ഞതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ തെറ്റിപ്പോയത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് റിട്ടേൺ ടു സ്കെയിലിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻക്രീസ് പ്രൊപ്പോർഷണലി വിത്ത് ഇൻപുട്ട്. എന്താണ്? ഇൻപുട്ടിന് അനുസരിച്ചിട്ട് തന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്നറിയപ്പെടുന്നത്. ഇനി ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഇൻക്രീസ് മോർ ദാൻ പ്രൊപ്പോർഷണലി. എന്താണ്? നമ്മുടെ ഇൻപുട്ടിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ കൂടുതലായിട്ടാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് എങ്കിൽ അതിന് നമുക്ക് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. ഇനി ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഇൻക്രീസ് ലെസ് ദാൻ പ്രൊപ്പോർഷണലി. നമ്മുടെ ഇൻപുട്ട് കൂടുന്ന അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ ചേഞ്ചിനേക്കാൾ കുറവാണ് നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഇൻക്രീസ് എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് അറിയപ്പെടുന്നതാണ്. അപ്പൊ ഈ 3 റിട്ടേൺ ടു സ്കെയിലും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക.
പിന്നെ ഇവിടെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണെന്നൊന്ന് അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് ഫുള്ളായിട്ട് പറയുന്നത്. നിങ്ങൾ മാക്സിമം എന്താണ് ചെയ്യുക, എലിമിനേഷൻ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ അനലൈസ് പ്രൊഡക്ഷൻ ഇൻ ഷോർട്ട് റൺ ആൻഡ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ അനലൈസ് പ്രൊഡക്ഷൻ ഇൻ ലോങ് റൺ. എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷനും ലോങ് റൺ പ്രൊഡക്ഷനും ആണ് പറയുന്നത്. നമ്മൾ രണ്ട് ടേമും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ എന്താണ് അനലൈസ് ചെയ്യുന്നത്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആണ് അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്താണ് അനലൈസ് ചെയ്യുന്നത്, ലോങ് റൺ പ്രൊഡക്ഷൻ ആണ് അനലൈസ് ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സെക്കൻഡ് വൺ, ഐസോകോൺസ് ആർ അപ്വേർഡ് റൈസിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ശരിയാണോ? ഐസോകോണ്ട് എന്ന് പറയുന്നത് അപ്വേർഡ് റൈസിംഗ് ആണോ? അല്ല, ഡൗൺവേർഡ് ആണ് വരേണ്ടത്. സോ അവിടെ എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. 3, ഐസോ കോസ്റ്റ് ലൈൻ ഇൻഡിക്കേറ്റ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് മണി. എന്താണ് ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്? ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ലേബറും ക്യാപിറ്റലും ചേർന്ന് വരുമ്പോൾ ഉള്ള ഡിഫറെന്റ് കോമ്പിനേഷനെയാണ് നമ്മൾ ഐസോ കോസ്റ്റ് ലൈനിൽ കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ശരിയായിട്ടുള്ളതല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 along ഈസ് ഫോൾസ്. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 alone ഈസ് ഫോൾസ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 3 alone ഈസ് ഫോൾസ്. ലാസ്റ്റ് വൺ, ഓൾ സ്റ്റേറ്റ്മെന്റ് ആർ ഫോൾസ്. ഇവിടെ ഏത് ആൻസറിലേക്ക് നമുക്ക് പോകാം? ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 alone ഈസ് ഫോൾസ്. നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ശരിയായത് എന്തുകൊണ്ടാണ്. ലോ ഓഫ് റിട്ടേണിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഷോർട്ട് റൺ ആണ് എങ്കിൽ അതെന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ആണ് പറയുന്നത്. ലോങ് റൺ ആണ് എങ്കിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഷോർട്ട് റണ്ണിൽ അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ ഈസ് ഫിക്സ്ഡ് ഇല്ലേ. എന്താണ് ഏതെങ്കിലും ഒരു ഫാക്ടർ, നമ്മൾ നോർമലി പറയുന്നത് ക്യാപിറ്റൽ ആണ് ഫിക്സ്ഡ് ആയിട്ട് പറയുന്നത് ഷോർട്ട് റണ്ണിൽ. ലോങ് റൺ വരുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്, അവിടെ ഫിക്സഡ് ഫാക്ടർ ഇല്ല. ക്യാപിറ്റലും എന്ത് തന്നെയാണ് വേരിയബിൾ ഫാക്ടർ ആണ് എന്നാണ് പറയുന്നത്. ആ പ്രത്യേകത കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പറഞ്ഞു. ഐസോകോണ്ട് എന്ന് പറയുന്നത് അപ്വേർഡ് റൈസിംഗ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഐസോകോണ്ട് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലെ. നെഗറ്റീവ് സ്ലോപ്പിംഗ് ഫ്രം എവിടുന്നാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരേണ്ടത്. സോ അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റിയത്. ദിസ് ഈസ് ബിക്കോസ് ടു മെയിൻറ്റെയിൻ ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് if you use more one input you must use less the other. എന്താണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇൻപുട്ട് ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റൊരെണ്ണം നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റൂ അല്ലേ. ലേബർ ഇപ്പൊ നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് ലേബർ ഇന്റൻസീവ് ആയി, ക്യാപിറ്റൽ അവിടെ കുറച്ചേ പറ്റൂ. ഇപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ളടത്ത് ക്യാപിറ്റൽ കൂടുതൽ എടുക്കുന്നു, ലേബർ അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഐസോകോൺസ് എപ്പോഴും എന്താണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്, അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പ് ആണ് വരുന്നത്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ദേ ആർ ഓൾസോ ടിപ്പിക്കലി കോൺവെക്സ് ടു ദി ഒറിജിൻ. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഐസോകോണ്ട് എപ്പോഴും എന്താണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് ഡ്യൂ ടു ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇതെന്താണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് ഏതെന്ന് പറയുന്നത് ഐസോകോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഐസോകോണ്ടിന്റെ കുറച്ച് പ്രത്യേകതകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഐസോ കോസ്റ്റ് ലൈനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതെന്ത് തന്നെയാണ്? ദിസ് ഈസ് ദി ബജറ്റ് ലൈൻ ഫോർ എ പ്രൊഡ്യൂസർ. ഇറ്റ് ഷോ ഓൾ ദി കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇല്ലേ. ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള കോമ്പിനേഷനുകളെല്ലാം കാണിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബജറ്റ് ലൈൻ ഫോർ പ്രൊഡ്യൂസർ എന്നും അറിയപ്പെടുന്നുണ്ട്. ബജറ്റ് ലൈൻ ഫോർ എ പ്രൊഡ്യൂസർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ദി പ്രൈസിംഗ് പോളിസി. പ്രൈസിംഗ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ബാരോമെട്രിക് പ്രൈസിംഗ് ഇൻവോൾവ്സ് പ്രൈസ് ലീഡർഷിപ്പ് വേർ വൺ ഫേം ഫിക്സ് ദ പ്രൈസ് ആൻഡ് അതർ ഫേം സിംപ്ലി ഫോളോ ഇറ്റ്. എന്താണ് ബാരോമെട്രിക് പ്രൈസിംഗ് ആണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ബാരോമെട്രിക് പ്രൈസിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സിറ്റുവേഷൻസ് മാറുമ്പോൾ ഏതെങ്കിലും ഒരു ഫേം എന്ത് ചെയ്യും, മാർക്കറ്റ് സിറ്റുവേഷൻ അനലൈസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. ബാക്കിയുള്ള ആ ഇൻഡസ്ട്രീസിൽ ബാക്കിയുള്ള എല്ലാ ഫേമുകളും ഈ ഫേമിനെ വിശ്വസിച്ച്, അവരുടെ അനാലിസിസ് ശരിയാണ് എന്ന് വിശ്വസിച്ച് ഈ ഫേം ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രൈസ് തന്നെ ബാക്കിയുള്ള എല്ലാവരും
ഫോളോ ചെയ്യുന്നതാണ് ഏതെന്ന് പറഞ്ഞത്? ബാരോമെട്രിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതില്ലേ. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് ലീഡർഷിപ്പ് ആണ്. ഒരു ഫേം ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, ബാക്കിയുള്ള ഫേമുകൾ അത് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതെന്ത് തന്നെയാണ്? ഒരു സിമ്പിൾ മീനിങ് തന്നെയാണ് തരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പ്രൈസ് സ്കിമ്മിംഗ് ഇൻ ദ കേസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് മീൻസ് ചാർജിങ് എ ലോ ഇൻക്രീസിംഗ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ. എന്താണ് പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറഞ്ഞത്? ഒരു പുതിയ പ്രോഡക്റ്റിന് നമ്മൾ നൽകുന്ന ഒരു മെത്തേഡാണ് പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? ചാർജിങ് എ ലോ എന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ കുറഞ്ഞ എമൗണ്ട് ചാർജ് ചെയ്യുന്നു, പിന്നീട് ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ? നമുക്ക് പ്രൈസ് സ്കിമ്മിങ്ങും പെനട്രേഷൻ പ്രൈസിങ്ങും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈസ് സ്കിമ്മിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്കിം ദ ക്രീം എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള പ്രൈസ് ഇട്ടുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് അത്രയും വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫുള്ളായിട്ട് നമ്മളത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രാജുവലി എന്ത് ചെയ്യും? പ്രൈസ് കുറച്ചു കൊണ്ടുവരുന്ന മെത്തേഡാണ് പ്രൈസ് സ്കിമ്മിങ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ തന്നത്? ചാർജിങ് എ ലോ എന്നാണ് തന്നത്. ആദ്യം കുറഞ്ഞ പ്രൈസ് ആണോ സ്കിമ്മിങ്ങിൽ വരുന്നത്? അല്ല, കൂടുതലാണ് വരുന്നത്, അതിനുശേഷമാണ് കുറയുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. 3, പെനട്രേഷൻ പ്രൈസിംഗ് ഫോർ എ ന്യൂ പ്രോഡക്റ്റ് ഇൻവോൾവ് ചാർജിങ് എ ഹയർ പ്രൈസ്. ശരിയാണോ? പെനട്രേഷൻ പ്രൈസിംഗിൽ ആദ്യം നമ്മൾ വലിയ പ്രൈസ് ആണോ കൊടുക്കുന്നത്? അല്ല, നമുക്ക് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും? കുറഞ്ഞ വിലയിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അതിനുശേഷം കുറെ കസ്റ്റമേഴ്സ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? പതിയെ പതിയെ ഇതിന്റെ വില എന്ത് ചെയ്യാണ്? കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്? ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത്. തിരിഞ്ഞു പോയില്ലേ. പ്രൈസ് സ്കിമ്മിംഗ് താഴെയും പെനട്രേഷൻ പ്രൈസിംഗ് മുകളിലും ആയിരുന്നെങ്കിൽ ശരിയായിരുന്നു. ഇവിടെ നേരെ തിരിച്ചു വന്നതുകൊണ്ട് രണ്ടും തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 alone is true, ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 alone is true, ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 3 alone is true, ആൻഡ് ലാസ്റ്റ് വൺ ഓൾ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 alone is ആണ് ട്രൂ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഓരോ പ്രൈസിങ്ങും. ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബാരോമെട്രിക് പ്രൈസിംഗ് ഇസ് എ ഫേം ഐഡന്റിഫൈ എ ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. ഏതെങ്കിലും ഒരു ഫേം തന്നെ എന്ത് ചെയ്യാണ്? മാർക്കറ്റ് കണ്ടീഷനിലുണ്ടായ ചേഞ്ചസ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് അവരുടെ പ്രൈസിനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ ഫേമും ഈ ഒരു പ്രൈസ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ബാരോമീറ്റർ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ആൻഡ് തേർഡിൽ നമ്മൾ പ്രൈസ് സ്കിമ്മിങ്ങും പ്രൈസ് പെനട്രേഷനും ആയിരുന്നു പറഞ്ഞത്. അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത് ചാർജിങ് എ ഹൈ പ്രൈസ് അറ്റ് ദി സ്റ്റാർട്ട് to skim the cream high income customers of the top of the market. The price is then lowered over time as competitor enter the market become saturated. എന്താ പറഞ്ഞത്? പ്രൈസ് സ്കിമ്മിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വളരെ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് പ്രൈസ് നമ്മുടെ പ്രോഡക്റ്റിന് ഇടുകയും ഹൈ ഇൻകം കസ്റ്റമേഴ്സിനെ എല്ലാം അട്രാക്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുകയും ദെൻ അതിനുശേഷം കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രോഡക്റ്റിന്റെ വില കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ് പ്രൈസ് സ്കിമ്മിങ് പറയുന്നത്. ഇപ്പോൾ പുതിയ പുതിയ ഫോണുകൾ ടെക്നോളജീസ് ഒക്കെ അങ്ങനെയാണ് വരുന്നത് അല്ലേ. ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര വലിയ വിലയായിരിക്കും, പിന്നീടാണ് അത് കുറയുന്നത്. അത് ഏത് മെത്തേഡാണ്? പ്രൈസ് സ്കിമ്മിങ് മെത്തേഡാണ്. നെക്സ്റ്റ് നമുക്ക് പെനട്രേഷൻ പ്രൈസിംഗ് എന്താണെന്ന് നോക്കാം. പെനട്രേഷൻ പ്രൈസിംഗ് ഇൻവോൾവ്സ് ചാർജിങ് എ ലോ പ്രൈസ് ഇനിഷ്യലി ടു പെനട്രേറ്റ് ദ മാർക്കറ്റ് ക്വിക്ലി ആൻഡ് ഗെയിൻ എ ഹൈ മാർക്കറ്റ് ഷെയർ. വൺസ് എ ലോയൽ കസ്റ്റമർ ബേസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഫേം മേ ഇൻക്രീസ് ഇറ്റ്സ് പ്രൈസ്. എന്താണ്? ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എല്ലാവരും ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? കുറച്ചാകുമ്പോഴത്തേനും പ്രൈസ് കൂട്ടുന്നു. കാരണം നമ്മുടെ കസ്റ്റമർ എല്ലാം വീണ്ടും ഇത് വാങ്ങിക്കും. പ്രൈസ് കൂടിയാലും പ്രശ്നം വരില്ല, കസ്റ്റമർ ഇത് വാങ്ങിക്കും എന്നുള്ള ഒരു അറിയാം അല്ലേ. നമ്മൾ ജിയോ ഒക്കെ വന്നത് അങ്ങനെയാണ്. ആദ്യം ഫ്രീ ആയിട്ട് തന്നു, പിന്നീട് കുറഞ്ഞ പൈസയിലാക്കി, പിന്നീട് വില കൂട്ടിയാണ് വന്നത് അല്ലേ. അതെന്താണ്? പെനട്രേഷൻ പ്രൈസിംഗിന്റെ ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ഇനി നമുക്കൊരു കമ്പാരിസൺ ടേബിൾ നോക്കാം. പ്രൈസ് സ്കിമ്മിങ്ങിൽ ഇനിഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ചാണ് വന്നത്. അതുപോലെ തന്നെ പ്രൈസ് ഓവർ ടൈം അതെന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് എന്താണ്? തുടക്കത്തിൽ കൂടുതലായിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേന് കോമ്പറ്റേറ്റേഴ്സ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോഴത്തേന് പ്രൈസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതിന്റെ ഗോൾ എന്ന് പറയുന്നത് മാക്സിമൈസ് പ്രോഫിറ്റ് ഫ്രം ഇന്നവേറ്റർ അല്ലെ. ഇന്നവേറ്ററിലൂടെ എന്ത് ചെയ്യാണ്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണ്. എന്നാൽ പെനട്രേഷൻ പ്രൈസിംഗ് പോളിസിയിൽ ഇനിഷ്യൽ പ്രൈസ് ലോ ആയിരിക്കും, അതിനുശേഷം ഗ്രാജുവലി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗോൾ എന്ന് പറയുന്നത് റാപ്പിഡ് മാർക്കറ്റ് ഷെയർ ഓർ വോളിയം, നമ്മുടെ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പെനട്രേഷൻ പ്രൈസിന്റെ ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ് റിലേറ്റിംഗ് ടു ബിസിനസ് സൈക്കിൾ.
ബിസിനസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ, ദ എക്സ്പാൻഷൻ ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ എക്സ്റ്റെൻഡ് ഫ്രം ട്രോത്ത് ടു പീക്ക്. എന്താണ്? ഡിപ്രഷനിൽ നിന്ന് ബൂമിലേക്ക് പോകുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞത്. ശരിയല്ലേ? നമുക്ക് ബിസിനസ് സൈക്കിൾ അറിയാലോ, ഇങ്ങനെ അപ്വേർഡ് ഡൗൺവേർഡ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ഡിപ്രഷനിൽ നിന്ന്, ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ താഴെ നിന്ന് എവിടേക്കാണ്? ഭൂമിയിലേക്ക് പോകുന്ന ആ ഒരു ഫേസ് ആണ് ഏതെന്ന് പറഞ്ഞത്? എക്സ്പാൻഷൻ ഫേസ് എന്ന് പറഞ്ഞത്. അത് ശരിയാണ് അല്ലേ? അപ്പൊ ഇവിടെ വരെ നമ്മൾ വായിച്ചോളൂ, അത് ശരിയായിരുന്നു. ഇനി കോൺട്രാക്ഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? തിരിച്ച് ഭൂമിയിൽ നിന്ന് ഡിപ്രഷനിലേക്ക് വരുന്നതാണ് ഏത്? കോൺട്രാക്ഷൻ ഫേസ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ആ രണ്ട് സെന്റൻസുകളും എന്ത് തന്നെയാണ്? ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം. രണ്ട്, ഫുൾ എംപ്ലോയ്മെന്റ് ഓർ പ്രോസ്പെരിറ്റി ഫേസ് ഇൻഡിക്കേറ്റ് ഒപ്റ്റിമം ലെവൽ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും പീക്കിലുള്ളതാണ്. അവിടെ എന്താണ്? ഒപ്റ്റിമം ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ആണ് വരുന്നത്. അവിടുത്തെ പ്രത്യേകത തന്നെയാണ് ഒപ്റ്റിമം ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ആണ് എവിടെ? പ്രോസ്പെരിറ്റി ഫേസിൽ വരുന്നത്. സോ അത് ശരിയാണ്. മൂന്ന്, റിസഷൻ മീൻസ് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ഫ്രം ദി ഡിപ്രഷൻ സ്റ്റേജ് ടു ദി ബൂം സ്റ്റേജ്. എന്താ പറഞ്ഞത്? റിസഷന്റെ കാര്യമാണ് പറഞ്ഞത്. നോർമലി നമുക്കറിയാം റിസഷൻ എന്ന് പറയുന്നത് താഴോട്ട് ഇറങ്ങുന്നതാണ് അല്ലേ? ഭൂമിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന സ്റ്റേജ് ആണ് റിസഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞത്? അപ്വേർഡ് മൂവ്മെന്റ് ആണ് എന്നാണ്. തിരിച്ചല്ലേ? ഡൗൺവേർഡ് അല്ലേ വരുന്നത്? ഭൂമിയിൽ നിന്ന് ഡിപ്രഷനിലേക്ക് വരുന്ന ആ ഡൗൺവേർഡിനെയാണ് നമ്മൾ റിസഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? അപ്വേർഡ് മൂവ്മെന്റ് ആണ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അപ്വേർഡ് മൂവ്മെന്റ് എന്താണ്? ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത് എന്താണ്? റിക്കവറി ആണ്, അല്ലാതെ റിസഷൻ അല്ല. അപ്പൊ റിസഷൻ ഒരിക്കലും അപ്വേർഡ് മൂവ്മെന്റ് അല്ല. നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയിലെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ബൂമിന്റെ സ്റ്റേജിലോട്ട് പോകുന്നത് റിക്കവറി ആണ്. അപ്പൊ ഇവിടെ റിക്കവറിന് പകരം റിസഷൻ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ആ ബിസിനസ് സൈക്കിൾ തന്നെ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 alone ഈസ് റോങ്. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 alone ഈസ് റോങ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 3 alone ഈസ് റോങ്. ലാസ്റ്റ് വൺ, നൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ റോങ്. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 3 alone ഈസ് റോങ്. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ നോക്കാം. ആദ്യം തന്നെ പറഞ്ഞത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷന്റെ കാര്യമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റിലേക്ക്, അതായത് താഴെത്തട്ടിൽ നിന്ന് പീക്കിലേക്ക് പോകുന്നതാണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞത് പീക്കിൽ നിന്ന് എങ്ങിലോട്ട് വരികയാണ്? താഴേയിലേക്ക് വരുന്നതാണ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അത് വളരെ കറക്റ്റ് ആണ്. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്? പ്രോസ്പെരിറ്റി ടൈമിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആണ് എന്ന് പറഞ്ഞു. ശരിയാണ് അല്ലേ? പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ബൂം ഫേസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഡിമാൻഡ്, ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ്. എന്താണ്? പ്രോസ്പെരിറ്റിയുടെ പ്രത്യേകതയാണ് ഹൈ ഡിമാൻഡ് ആയിരിക്കും, ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദി ഒപ്റ്റിമം ലെവൽ എന്ന് നമുക്ക് പറയാം. ദ പീക്ക് ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ബിഫോർ എ ഡൗൺവേർഡ് ബിഗിൻസ് അല്ലെങ്കിൽ ഡൗൺ ബിഗിൻസ്. താഴേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഒരു ഒപ്റ്റിമം ലെവൽ ആണ് ഏതെന്ന് പറഞ്ഞത്? പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാം എന്തായിരിക്കും? ഹൈ ആയിരിക്കും വരുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് ആണ് വരുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്ന് നമ്മൾ പറഞ്ഞു തെറ്റാണ് എന്ന്. റിസഷന്റെ ഡെഫിനിഷന് പകരം അവിടെ റിക്കവറിയുടെ ഡെഫിനിഷൻ ആണ് കൊടുത്തത്. റിസഷൻ എപ്പോഴും എന്താണ്? ഡൗൺവേർഡ് ആണ് വരുന്നത്. പീക്കിൽ നിന്ന് ഡിപ്രഷനിലേക്ക് വരുന്ന ആ ഒരു സ്റ്റേജ് ആണ് റിസഷൻ എന്ന് പറയുന്നത്, അല്ലാണ്ട് അപ്വേർഡ് അല്ല. റിസഷൻ ഈസ് ദി ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇറ്റ് ഈസ് ദി ഇനിഷ്യൽ ഫേസ് ഓഫ് കോൺട്രാക്ഷൻ വെയർ എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ടു ഡിക്ലൈൻ ആഫ്റ്റർ പീക്ക്. പീക്കിന് ശേഷം എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? റിസഷൻ എന്ന് പറഞ്ഞത്. അപ്വേർഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? റിക്കവറി ആണ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റായിരുന്നു. ഇനി നമുക്ക് ഓരോ ഫേസുകളും അതിന്റെ ഡയറക്ഷനും ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? റൈസിംഗ് GDP, ലോ അൺഎംപ്ലോയ്മെന്റ്, ഇൻക്രീസിംഗ് ഇൻഫ്ലേഷൻ. ഇതൊക്കെ കീ ടേമായിട്ട് ഓർത്തിരിക്കുക. അതൊക്കെ എക്സ്പാൻഷന്റെ പ്രത്യേകതയാണ്. ഇനി പീക്കിൽ എത്തുമ്പോൾ എന്താണ്? അതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മാക്സിമം ഔട്ട്പുട്ട് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളിന്റെ ഏറ്റവും ടോപ്പിലാണ് പീക്ക് വരുന്നത്. ദെൻ റിസഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്?
falling demand, rising unemployment, സ്ലോയിങ് പ്രൊഡക്ഷൻ ആണ് റിസഷൻ സമയത്ത് വരുന്നത്. ദെൻ അതിനുശേഷം വരുന്നത് ഡിപ്രഷൻ ആണ്. ഏറ്റവും ബോട്ടത്തിൽ എത്തി നിൽക്കുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ലെവൽ ഹൈ ആയിരിക്കും, ബിസിനസ് കോൺഫിഡൻസ് ലോ ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ദെൻ അതിനുശേഷം അവിടുന്ന് വീണ്ടും മുകളിലോട്ട് പോകും. റിക്കവറി ആണ്, അപ്വേർഡ് ആണ് മൂവ്മെന്റ് വരുന്നത്. ഇവിടെ എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് വീണ്ടും എന്താണ് നല്ലതിലേക്ക് അല്ലെങ്കിൽ എന്താണ് പിക്കപ്പ് എഗെയിൻ ആണ് അല്ലേ. ഇവ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഇവിടെ റിക്കവറിയിലൂടെ. വീണ്ടും അത് എവിടേക്ക് എത്തും, അപ്വേർഡിലെത്തിട്ടും പീക്കാവും റെസഷൻ ആവും. ഇതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനും കീ ഫീച്ചറും കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഫോൾസ് വിത്ത് റിഗാർഡ് ടു ദി കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി അറൈസ് വെൻ ദർ ഈസ് എ ഡിസയർ ഫോർ സച്ച് എ കമ്മോഡിറ്റി ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ഫോർ ഇറ്റ് ആൻഡ് എബിലിറ്റി ടു പേ ഫോർ ഇറ്റ്. എന്താണ് ഡിമാൻഡിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ തന്നെയാണ്, നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെഫിനിഷൻ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ. ഡിമാൻഡ് ഇസ് ദി ഡിസയർ ബാക്ക്ഡ് ബൈ ദി എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഇത് തന്നെയാണ് തിരിച്ചു മറിച്ച് അവർ തന്നിരിക്കുന്നത്. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിസയർ ഉണ്ടായിരിക്കണം, ശരിയല്ലേ. കൺസ്യൂമറിന് അത് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനെന്ത് ഉണ്ടാവണം, പേ ചെയ്യാനുള്ള വില്ലിംഗ്നെസ് ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ് എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്താണ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത് പറയുന്നു, ഡിറൈവ്ഡ് ഡിമാൻഡ് മീൻസ് ഡിമാൻഡ് ഓഫ് ഇൻപുട്ട് ദാറ്റ് എറൈസ് ഫ്രം ദി ഡിമാൻഡ് ഓഫ് സം ഫൈനൽ പ്രോഡക്റ്റ് ഓർ സം റിലേറ്റഡ് ഗുഡ്സ്. ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് റിലേറ്റഡ് ഗുഡ്സിന്റെ എന്താണ് അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സിന്റെയോ ഫൈനൽ പ്രോഡക്റ്റിന്റെയോ ഡിമാൻഡ് വെച്ചിട്ട് നമുക്ക് എറൈസ് ചെയ്യുന്ന ഡിമാൻഡിനെയാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. അതും ശരിയാണ് അല്ലേ. മറ്റൊന്നിന്റെ ഡിമാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊന്നിന്റെ ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് ഇൻപുട്ട് ഡിമാൻഡ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയാം. ലാസ്റ്റ് വൺ പറയുന്നു, ഫ്രം ദി കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് ഡിമാൻഡ് മീൻസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്. കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവില് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്യുന്നതാണ്, ടോട്ടൽ ചെയ്യുന്നതാണ്. ശരി തന്നെയാണ് അല്ലേ. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ടോട്ടൽ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? മൂന്നും സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? സ്റ്റേറ്റ്മെന്റ് 1 alone ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 alone ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 3 alone ഈസ് ഫോൾസ്, നൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഇവിടെ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ ഫോൾസ്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് ഡിമാൻഡിന്റെ ഒരു ഡെഫിനിഷൻ ആണ്, ഞാൻ പറഞ്ഞതാണ്. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കീ ടേമുകൾ എന്തൊക്കെയാണ്? ഡിസയർ, വില്ലിംഗ്നെസ് ടു പേ, എബിലിറ്റി ടു പേ. ഇതെല്ലാം എന്താണ് ഡിമാൻഡിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. ഇൻ എക്കണോമിക്സ് ഡിമാൻഡ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ വിഷ് ലിസ്റ്റ്. For a desire to translate into actual economic demand, it must meet 3 criteria often deferred as effective demand. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഡിസയർ ഉണ്ടായിരിക്കണം, കൺസ്യൂമർ വാണ്ട് ദ പ്രോഡക്റ്റ്, കൺസ്യൂമറിന് ആ പ്രോഡക്റ്റ് വേണമെന്നുള്ള ഡിസയർ ഉണ്ടായിരിക്കണം. വില്ലിംഗ്നെസ് ടു പേ, അതിന് വേണ്ടിയിട്ട് ഇത്ര രൂപ കൊടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. എബിലിറ്റി ടു പേ, അതായത് പർച്ചേസിംഗ് പവർ ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്താണ് ഡിമാൻഡിന്റെ മീനിങ്ങിനകത്ത് വരുന്നതാണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡിറൈവ്ഡ് ഡിമാൻഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഡിറൈവ്ഡ് ഡിമാൻഡ് occurs when the demand for one thing is direct result of the demand of another. എന്താണ് ഒരു ഡിമാൻഡ് അറൈസ് ചെയ്യുന്നത് മറ്റൊരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിന്മേലാണ് എങ്കിൽ അത്തരത്തിലുള്ള ഡിമാൻഡിനെ നമുക്ക് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയാവുന്നതാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡും തമ്മിലാണ് പറഞ്ഞത്. എന്താണ് ഇൻഡിവിജ്വൽ ഡിമാൻഡിന്റെ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ടോട്ടലിനെയാണ് എന്തെന്ന് പറഞ്ഞത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. കൺസ്യൂമേഴ്സ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വ്യൂ ഓഫ് പോയിന്റിൽ എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്? ഇസ് എ സിംപ്ലി ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് എവരി ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഇൻ ദാറ്റ് സ്പെസിഫിക് മാർക്കറ്റ്. ഒരു സ്പെസിഫിക് മാർക്കറ്റിലുള്ള എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡിന്റെയും സമ്മേഷൻ അല്ലെങ്കിൽ അഡീഷൻ ആണ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ 2 കൺസ്യൂമേഴ്സ് ആണുള്ളത്, എയും ബിയും. എക്ക് 2 ആപ്പിൾ വേണം, ബിക്ക് 3 ആപ്പിൾ വേണം എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റ് ഡിമാൻഡ് എന്താണ്? 3 2 5 ആണ് എന്ന് നമുക്ക് പറയാം. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്, അതിന് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ആ 3 സ്റ്റേറ്റ്മെന്റുകളും എങ്ങനെയാണ് ശരിയായെന്നത് ചെറിയ സമ്മറി ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എഫക്റ്റീവ് ഡിമാൻഡ് ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. അവിടെ എന്തൊക്കെ
നമുക്ക് വന്നു? ഡിസയർ, വില്ലിംഗ്നെസ് ടു പേ, അതുപോലെ തന്നെ എബിലിറ്റി ടു പേ. ഇത് മൂന്നുമാണ് ഉണ്ടായിരുന്നത്. ഡിറൈവ്ഡ് ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഡിമാൻഡ് ഫോർ ഇൻപുട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഡിമാൻഡ് ഫോർ ഔട്ട്പുട്ട്. അതുപോലെ മാർക്കറ്റ് ഡിമാൻഡിൽ എന്താ പറഞ്ഞത്? ദ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആണ് ഏതെന്ന് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോൾസ് വിത്ത് റിഗാർഡ് ടു ദി ലോ ഓഫ് ഡിമാൻഡ്? നമ്മുടെ ലോ ഓഫ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, ഡിമാൻഡ് ഫോർ ദി പ്രസ്റ്റീജ് ഗുഡ്സ് ആർ ക്ലാസിക്കൽ എക്സാമ്പിൾ വർക്കിംഗ് ഓൺ ദി ലോ ഓഫ് ഡിമാൻഡ്. എന്താണ്? നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഡിമാൻഡ് ഫോർ പ്രസ്റ്റീജ് ഗുഡ്സ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ നമ്മൾ എക്സംഷനിൽ പറഞ്ഞതാണ് ഏത്? പ്രസ്റ്റീജ് ഗുഡ്സ് അല്ലേ? ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത എക്സംഷനിൽ പറഞ്ഞ ഒരു ഐറ്റം ആണ് ഏത്? പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡിമാൻഡ് കുറയുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രസ്റ്റീജ് ഗുഡ്സ് അങ്ങനെയല്ല. പ്രൈസ് കൂടിയാലും എന്താണ്? ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സ് തന്നെയാണ് പ്രസ്റ്റീജ് ഗുഡ്സ്. സോ നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ടാണ് അത് പറയുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. സെക്കൻഡ് വൺ, ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. എന്താണ്? ഡിമാൻഡ് ഷെഡ്യൂളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഏത്? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് എ സ്ട്രോങ് റീസൺ ഫോർ ദി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് നേച്ചർ ഓഫ് ഡിമാൻഡ് കർവ്. എന്താണ്? നമ്മുടെ ഡിമാൻഡ് കർവ് എപ്പോഴും എന്താണ്? ഡൗൺവേർഡ് ആണ് എന്ന് നമുക്ക് പറയാം ഇല്ലേ? നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഡൗൺവേർഡ് ആയിട്ടാണ് ഡിമാൻഡ് കർവ് പോകുന്നത്. അങ്ങനെ ഡിമാൻഡ് കർവ് പോകുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ശരിയാണ്. നമ്മൾ എത്ര സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലും യൂട്ടിലിറ്റി നോക്കുമ്പോൾ അല്ലേ, മാർജിനൽ യൂട്ടിലിറ്റി നോക്കുമ്പോൾ അതെന്താണ്? കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഡിമാൻഡ് കർവ് എന്താകുന്നത്? ഡൗൺവേർഡ് ആകുന്നത്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 അലോൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 അലോൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 3 അലോൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ ഫോൾസ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 അലോൺ ഈസ് ഫോൾസ്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇത് തെറ്റായി പോയത് എന്ന്. കാരണം എന്താണ്? പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറയുന്നത് എക്സംഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡ് ആണ്. കാരണം ലോ ഓഫ് ഡിമാൻഡ് എപ്പോഴും പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഡിക്രീസ് എന്നാണ്. നമ്മുടെ ഡിമാൻഡ് എന്താണ്? ആ ഒരു ലോ അതാണ് പറയുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പ്രസ്റ്റീജ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും എന്താണ്? നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നതാണ് അല്ലേ? പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ആൾക്കാർ അത് വാങ്ങിക്കാൻ നിൽക്കുന്നത്. അത് അവരുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതൊരു ക്ലാസിക്കൽ വർക്കിംഗ് ആണ്, എക്സാമ്പിൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ശരിയായിട്ടുള്ളതായിരുന്നു. എന്താണ്? ഡിമാൻഡ് കർവ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ശരിയല്ലേ? അതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ തന്നെയാണ്. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ടേബിൾ ആയിട്ടാണ് ഡിമാൻഡിനെ ഷോ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രൈസും ക്വാണ്ടിറ്റി ആണ് പെയർ ചെയ്യുന്നത്. ഒരു സൈഡിൽ പ്രൈസ് ആണെങ്കിൽ മറ്റേ സൈഡിൽ ക്വാണ്ടിറ്റി ആണ് വരുന്നത്. മൂന്നാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈ സ്ട്രോങ് റീസൺ ഫോർ ദി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് നേച്ചർ ഓഫ് ഡിമാൻഡ് കർവ് ആണ്. അതും ശരിയാണ്. ബിക്കോസ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ഗുഡ്സ് പ്രൊവൈഡ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? നമ്മൾ ഓരോ ഗുഡ്സ് കൺസ്യൂം ചെയ്യുമ്പോഴും ഓരോ അഡീഷണൽ ഗുഡ്സ് വരും തോറും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്തായിരിക്കും? കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 ഐസ്ക്രീം നമ്മൾ വാങ്ങിച്ചിട്ട് ആദ്യത്തെ ഐസ്ക്രീം കുടിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് രണ്ടാമത്തേൽ കിട്ടുമോ? ഇല്ല, കുറയും. മൂന്നാമത്തെ ആകുമ്പോൾ വീണ്ടും കുറയും, നാലാമത്തെ ആകുമ്പോൾ വീണ്ടും കുറയും. പക്ഷെ അവിടെ എന്താണ്? നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്താവുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പ് വരുന്നത്. സോ അതും ശരിയാണ്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ നോക്കാം. പ്രസ്റ്റീജ് ഗുഡ്സ് അവിടെ ഫോൾസ് ആണ് വന്നത്. ബിക്കോസ് എന്താണ്? ഇതൊരു എക്സെപ്ഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ആണ് വരുന്നത്, അല്ലാണ്ട് എക്സാമ്പിൾ അല്ല. അതുപോലെ തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ശരിയാണ്. എന്താണ്? ഡിമാൻഡ് ഷെഡ്യൂളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വെച്ചിട്ട് തന്നെയാണ് എന്ത് വരുന്നത്? ലോ ഓഫ് ഡിമാൻഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വരുന്നത്. അതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ റോങ് വിത്ത് റിഗാർഡ് ടു ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിത്ത് ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്.
എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ ആണ് അവർ സെന്റൻസ് ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചത്? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് തന്നെയാണ് അല്ലേ? സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ നോർമൽ ഇക്വേഷൻ ആണ് ഏത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ. സോ അത് ശരിയാണ്. Second one, negative income elasticity refers to the situation where the increase in income leads to the corresponding increase in quantity demand. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിയെ പറ്റിയിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ് ടു ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നാണ് പറഞ്ഞത്. രണ്ടും ഇൻക്രീസ് എന്നാണ് പറഞ്ഞത് അല്ലേ? രണ്ടും ഇൻക്രീസ് ആവുന്നത് നെഗറ്റീവിലാണോ? അല്ല, അത് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ ഡെഫിനിഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ തെറ്റായിട്ട് നെഗറ്റീവ് എന്നാണ് തന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. 3, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ എ ഗിവൺ ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്. എന്താണ് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഒരു സിമ്പിൾ മീനിങ് ആണ് പറഞ്ഞത്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. ശരിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സെക്കൻഡ് വൺ ആണ്. തെറ്റിപ്പോയിന്റെ റീസൺ എന്താണ്? നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ ഡെഫിനിഷൻ ആണ് തന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റിയിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 alone ഈസ് റോങ്, സ്റ്റേറ്റ്മെന്റ് 2 along is wrong, statement 3 along is wrong, and last one all the statement are wrong. ഏതായിരിക്കും? The answer is option B, statement 2 along is wrong. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ശരിയായിരുന്നു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഫോർമുലയാണ് പറഞ്ഞത്. EP is equal to percentage change in quantity demand divided by percentage change in price ആണ്. അത് തന്നെ സെന്റൻസിലാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നത്. ശരിയാണ്. സെക്കൻഡ് വൺ പറയുന്നത് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് എന്താണ്? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ നോർമൽ ഗുഡ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്? ഇൻക്രീസിന് ഇൻകം ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ് വരേണ്ടത്. നെഗറ്റീവ് ആകുമ്പോൾ അവിടെ ഡിക്രീസ് ആയിരുന്നു വരേണ്ടത്. സോ അത് തെറ്റാണ്. അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി കറക്റ്റ് ഡെഫിനിഷൻ തന്നെയാണ് തന്നത്. അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റിയുടെ മറ്റൊരു പേരാണ് പ്രൊമോഷണൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത്. അഡ്വർടൈസ്മെന്റ് റിസൾട്ടിനകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കോസ്റ്റിനകത്തുണ്ടാകുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട് എങ്കിൽ അത് ആ ഒരു ഇലാസ്റ്റിസിറ്റി ആണ് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ, when the demand of commodity is related with the price of other commodity, it is called cross demand. എന്താണ്? ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൈസുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന് നമുക്ക് ക്രോസ് ഡിമാൻഡ് എന്ന് പറയാം. ശരിയല്ലേ? ഇവിടെ രണ്ട് പ്രോഡക്റ്റുകളാണ്, സെയിം പ്രോഡക്റ്റ് എന്നല്ല പറഞ്ഞത്. ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ഈസ് റിലേറ്റഡ് ടു ദി പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ആണ് അല്ലേ? അതർ കമ്മോഡിറ്റി ആയതുകൊണ്ട് തന്നെ അത് എന്താണ്? ക്രോസ് ഡിമാൻഡ് ആണ് വരുന്നത്. ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, ഇൻ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻകം, പോപ്പുലേഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അതർ ദാൻ പ്രൈസ് ഈസ് കോൾഡ് എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഈ ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് അല്ലേ? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവും അതുപോലെ തന്നെ മൂവ്മെന്റ് എലോങ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവും പറഞ്ഞതാണ്. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നത് അല്ലെങ്കിൽ അവിടെ പ്രൈസിലാണ് വ്യത്യാസം വരുന്നത്. ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് ആണെങ്കിൽ അതർ ദാൻ പ്രൈസിലാണ് വ്യത്യാസം വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മളോട് പറയാണ് എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻകത്തിലോ പോപ്പുലേഷനിലോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലോ വരുന്ന ഫാക്ടേഴ്സിലുണ്ടാവുന്ന ഡിമാൻഡിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസത്തെയാണ് എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞത്. തെറ്റല്ലേ? നോൺ പ്രൈസ് ഐറ്റംസ് വരുന്നത് ഏതാണ്? എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ആണോ? അല്ല. അവിടെ എന്തായിരുന്നു വരേണ്ടത്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആയിരുന്നു വരേണ്ടത്. അപ്പൊ അതിന് പകരം തിരിച്ചാണ് തന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3, ചേഞ്ചിങ് ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് അതർ തിങ് റിമൈൻ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ്. എന്താണ്? പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് മൂലമാണ് ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാകുന്നത് എങ്കിൽ അതിന് ഷിഫ്റ്റ് എന്നാണോ പറഞ്ഞത്? അല്ല. പ്രൈസിലുണ്ടാകുന്നതാണെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേര് എന്തെന്നാണ്? നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം?
നമ്മുടെ മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്നും പറയാവുന്നതാണ്. അപ്പൊ എന്താണ്, അതും തെറ്റാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. 2, 3 തെറ്റാണ്, 1 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 alone ഈസ് കറക്റ്റ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 alone ഈസ് കറക്റ്റ്, ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 3 alone ഈസ് കറക്റ്റ്, ലാസ്റ്റ് വൺ ഓൾ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ഏതായിരിക്കും? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 alone ഈസ് കറക്റ്റ്. നമുക്ക് നോക്കാം. ആദ്യം ക്രോസ് ഡിമാൻഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ക്രോസ് ഡിമാൻഡ് റിഫേഴ്സ് ടു ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് വൺ ഗുഡ്സ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് അനദർ. എന്താണ്? ഒരു ഗുഡ്സിന്റെ പ്രൈസും മറ്റൊരു ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത്, നമ്മുടെ ക്രോസ് ഡിമാൻഡിൽ കാണിക്കുന്നത്. ദിസ് യൂഷ്വലി അപ്ലൈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൽ എങ്ങനെയാണ്? ഇഫ് ദ പ്രൈസ് ഓഫ് ടീ ഗോസ് അപ്പ് ദ ഡിമാൻഡ് ഫോർ കോഫി ഇൻക്രീസ്. എന്താണ്? നമ്മുടെ ചായയുടെ വില കൂടുമ്പോൾ നമ്മൾ കോഫി ഉപയോഗിക്കും അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആയിട്ടുള്ള കോഫിയുടെ ഡിമാൻഡ് ആണ് കൂടുന്നത്, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ഗുഡ്സ് വരുന്ന സമയത്ത് ഇഫ് ദ പ്രൈസ് ഓഫ് കാർ ഗോസ് അപ്പ് ദ ഡിമാൻഡ് ഫോർ പെട്രോൾ ഡിക്രീസ്. എന്താണ്? കാറിന്റെ വില കൂടുമ്പോൾ കാർ വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു, അതുവഴി എന്താണ്? പെട്രോളിന്റെ ഡിമാൻഡ് കുറയുന്നു. ഇതൊക്കെ എന്താണ്? ക്രോസ് ഡിമാൻഡിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ടാണ് പറഞ്ഞത്. ഓപ്പോസിറ്റ് ആയിരുന്നു എന്ന് നമുക്കറിയാം. ഷിഫ്റ്റിംഗ് കർവും അതുപോലെ തന്നെ മൂവ്മെന്റ് എലോങ് ദ കർവും ആണ് വരുന്നത്. മൂവ്മെന്റ് എലോങ് ദ കർവ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ പറയുന്നത് ദിസ് ഹാപ്പൻസ് ഓൺലി ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ആണ്. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മാത്രം കാരണമാണ് എങ്കിൽ അതെന്താണ്? മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ആണ്. ഇവിടെ എന്താണ്? ദ പ്രൈസ് ഫോൾസ് ഡിമാൻഡ് എക്സ്റ്റെൻഡ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡിക്രീസ് ഓർ ഇൻക്രീസിംഗ് ഡിമാൻഡ് കർവ് ആണ്. ഇതെന്താണ്? പ്രൈസിലെയാണോ? അതർ ദാൻ പ്രൈസ് അല്ലെങ്കിൽ നോൺ പ്രൈസ് ഐറ്റംസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്നതാണ്. ലൈക്ക് ഇൻകം, പോപ്പുലേഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് നോക്കാം. മൂവ്മെന്റും ഉണ്ട്, അതുപോലെ തന്നെ ഷിഫ്റ്റും ഉണ്ട്. മൂവ്മെന്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ, അതുപോലെ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ്. കോസ് വരുന്നത് എന്തിനുണ്ടാകുന്ന ചേഞ്ച് ആണ്? മൂവ്മെന്റിൽ പ്രൈസിൽ മാത്രം ഉണ്ടാകുന്ന ചേഞ്ചും ഷിഫ്റ്റിൽ എന്താണ്? അതർ ഫാക്ടേഴ്സ്, പ്രൈസ് ഒഴികെയുള്ള അതർ ഫാക്ടേഴ്സ്, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതൊക്കെയാണ് ഇവിടെ വരുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ വരുന്നത്. ഇനി വിഷ്വൽ വരുമ്പോൾ മൂവ് എലോങ് ദ സെയിം ലൈൻ. സെയിം ലൈനിൽ തന്നെയാണ് എന്ത് വരുന്നത്? ആ ഡിമാൻഡ് കർവിനകത്ത് മൂവ്മെന്റുകൾ വരുന്നത്. എന്നാൽ ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവിൽ എൻറ്റയർ ലൈൻ മൂവ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ്. എന്താണ്? നമ്മുടെ ആ ഒരു ഡിമാൻഡ് കർവ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എന്താണ്? മൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം തെറ്റായിട്ട് എന്തുകൊണ്ടാണ് വന്നത്? 2 തെറ്റായിരുന്നു, കാരണം അവിടെ ഡിസ്ക്രൈബ് ചെയ്തത് ഷിഫ്റ്റ് ഫാക്ടറിനെയാണ്. അതുപോലെ തന്നെ 3 തെറ്റാണ്, അവിടെ ഇൻകറക്ട്ലി ഡിഫൈൻ ചെയ്തത് മൂവ്മെന്റ് ഫാക്ടറിനെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഷിഫ്റ്റ്, എന്താണ് അതുപോലെ ഒന്നുകൂടെ എന്താണ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ്, അതുപോലെ തന്നെ എന്താണ് മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ശരിയാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സെക്കൻഡ് വൺ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് മീൻസ് ദാറ്റ് ദ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. ശരിയാണോ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനകത്തും പറഞ്ഞതാണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ് എങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Third one, relatively elastic demand refers to a situation where the elasticity is less than 1. ശരിയാണോ? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ലെസ് ദാൻ 1 ആണോ വരുന്നത്? ലെസ് ദാൻ 1 വരികയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണ് വരുന്നത് അല്ലേ? ഇവിടെ ഇലാസ്റ്റിക് എന്നാണ് പറഞ്ഞത്. സോ എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ 1 and 2 alone are true. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 1 and 3 alone are true. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 3 and 2 are true. ലാസ്റ്റ് വൺ ഓൾ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 and 2 alone are true. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ശരിയാണ് എന്ന് പറഞ്ഞു. എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ പേര് ആൽഫ്രഡ് മാർഷൽ ഈസ് വൺ ഹു ഫോർമലി ഡെവലപ്ഡ് ആൻഡ് പോപ്പുലറൈസ്ഡ് ദ കൺസെപ്റ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ ഹിസ് സെമിനൽ 1819 ബുക്ക് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. അപ്പൊ 3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. 1890 അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സിലാണ് അത് വന്നിട്ടുള്ളത്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഏതാണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി എപ്പോഴും ഈക്വൽ ടു 0 ആണ് വരുന്നത്. ഇൻ എ സ്റ്റേറ്റ് ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് റിമൈൻ എക്സാക്ട്ലി ദി സെയിം റിഗാർഡ്ലെസ് ഓഫ് ദി ഹൗ മച്ച് ദ പ്രൈസ് ചേഞ്ച്. എന്താണ്? പ്രൈസ് എങ്ങനെ ചേഞ്ച് ചെയ്താലും ക്വാണ്ടിറ്റി ഡിമാൻഡ് സെയിം ആയിരിക്കും, എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞത്. ദിസ് റിസൾട്ട് വെർട്ടിക്കൽ ഡിമാൻഡ് കർവ്. എന്താണ്? അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വെർട്ടിക്കൽ ഡിമാൻഡ് കർവ് എവിടെ കിട്ടുന്നത്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ കിട്ടുന്നത്. ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിമാൻഡ് കർവ് ആണ് അവിടെ വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. എന്താണ് സിറ്റുവേഷൻ? വേർ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 എന്ന് പറയുന്നത് ഇലാസ്റ്റിക്കിലല്ല, ഇൻഇലാസ്റ്റിക് ഡിമാൻഡിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എങ്കിൽ ദ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. എന്താണ്? ഗ്രേറ്റർ ദാൻ 1 വന്നാലാണ് എന്താവുന്നത്? ഇലാസ്റ്റിക് അല്ലേ? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ദിസ് മീൻസ് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ് ടു എ ലാർജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസിനകത്ത് ചെറിയൊരു വ്യത്യാസം വരികയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയൊരു വ്യത്യാസം വരുന്നതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇലാസ്റ്റിസിറ്റി അവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത്. ഇനി റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എങ്കിൽ അവിടെ എന്താണ്? ദ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 ആണ് വരുന്നത്. ദിസ് മീൻസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ചസ് വെരി ലിറ്റിൽ ഇവൻ വെൻ പ്രൈസ് ചേഞ്ച് സിഗ്നിഫിക്കൻലി. എന്താണ്? പ്രൈസ് സിഗ്നിഫിക്കൻലി ചേഞ്ച് ചെയ്താലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 എവിടെ വരുന്നത്? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ആൽഫ്രഡ് മാർഷൽ ആണ് ഫാദർ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. പിന്നീട് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഏത് കേസിൽ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കേസിൽ. ദെൻ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞത്. എവിടെ? ഇൻഇലാസ്റ്റിക്കില്. അതെന്താണ്? ഇലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിലെ 2 ക്വസ്റ്റ്യൻ, റിസെന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് എക്കണോമിക്സിൽ നിന്ന് കിട്ടിയത്. അപ്പൊ എല്ലായിടത്തും നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസിങ്, പ്രൊഡക്ഷന്, അതുപോലെ തന്നെ ബിസിനസ് സൈക്കിൾ. ഇവിടുന്ന് എല്ലായിടത്തുനിന്നും, അതായത് നമ്മുടെ മൊഡ്യൂള് ഏകദേശം എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്നും വിട്ടുപോകാതെ കൃത്യമായിട്ട് എല്ലാ കീ പോയിന്റുകളും ഓർത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.